നമ്മൾ സൈക്കോളജിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ് എടുക്കാൻ പോണത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൈക്കോളജിയുടെ പല പല സിലബസ് ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാസ്ലോവിന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ്, അതുപോലെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെന്റ് പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഈഗോ, സൂപ്പർ ഈഗോ, ഇഡ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ സൈക്കോളജിയുടെ എല്ലാ സിലബസും നമ്മൾ ഇതിലൂടെ കവർ ചെയ്യാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ്. അപ്പൊ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റലിജന്റ് കോഷ്യന്റ്. നമ്മുടെ ഇന്റലിജൻസിനെ മെഷർ ചെയ്യണ ഒരു യൂണിറ്റ് പോലെയാണ് നമ്മൾ IQ അല്ലെങ്കിൽ ഇന്റലിജന്റ് കോഷ്യന്റ് എന്നുള്ളൊരു ടേം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോണത് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് എന്നാണ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഫീലിങ്സും അതുപോലെ പല ഇമോഷൻസും നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഇമോഷൻസിനെ നമ്മളത് കോപ്പ് ചെയ്യണത്, എങ്ങനെ നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു, അതിനുള്ള ഒരു എബിലിറ്റീനെ പറയണതാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ. Emotional quotient is most often defined that it is the ability to perceive, understand, manage and handle emotions. നമ്മൾ എങ്ങനെ ഓരോ ഇമോഷൻസിനെയും പെർസീവ് ചെയ്യുന്നു, അതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിനെങ്ങനെ മാനേജ് ചെയ്തിട്ട് നമ്മൾ ആ സിറ്റുവേഷനായിട്ട് കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഡാനിയൽ ഗോൾമാൻ എന്നുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കൺസെപ്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സയന്റിസ്റ്റിന്റെ പേര്, എന്തായാലും ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ പേര് നന്നായി നോട്ട് ചെയ്യണം. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ ഇമോഷണൽ കോഷ്യന്റിന് 5 കമ്പോണൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി കമ്പോണൻസ് ഏതാന്ന് നോക്കാം. അപ്പൊ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ പെർസീവ് ചെയ്യണത്, അതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഒരു സിറ്റുവേഷനായിട്ട് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണു എന്നതാണ് ഇമോഷണൽ കോഷ്യന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാനിയൽ ഗോൾമാൻ ആണ് ആ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ഇമോഷണൽ കോഷ്യന്റിന്റെ കമ്പോണൻസ് ആണ്. ആദ്യത്തെ കമ്പോണന്റ് ആണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാം, നമ്മൾ സ്വയം നമ്മളെ കുറിച്ചിട്ട് തന്നെ അവെയർ ആയിരിക്കണം. നമ്മൾ ഒരു ഇമോഷൻ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻ കാരണം ബാക്കിയുള്ള ആൾക്കാർ അത് എങ്ങനെ മാത്രം എഫക്ട് ചെയ്യുന്നതും കൂടി നമ്മൾ ആലോചിക്കുന്ന ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നതാണ് സെൽഫ് അവെയർനെസ്. നമ്മുടെ ഇമോഷൻ വേറെ ആൾക്കാരിലേക്ക് അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നതും കൂടി നമ്മൾ ആലോചിക്കുന്ന ഒരു എബിലിറ്റിയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയാം. This is the ability to recognize and understand your mood and emotions and how they affect others. അതാണ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ തന്നെ മനസ്സിലാക്കുകയും അത് എങ്ങനെ വേറെ ആൾക്കാരിലേക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് അവരെ എങ്ങനെ അത് എഫക്ട് ചെയ്യണു എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണ ഒരു എബിലിറ്റിയാണ് സെൽഫ് അവെയർനെസ്. അതാണ് ആദ്യത്തെ ഇമോഷണൽ കോഷ്യന്റിന്റെ കമ്പോണന്റ്. നെക്സ്റ്റ് കമ്പോണന്റ് എംപതി. അപ്പൊ എംപതി എന്നുള്ള വാക്ക് നിങ്ങൾ സിമ്പതി, എംപതി എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പൊ ഈ സിമ്പതിയും എംപതിയും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. സിമ്പത്തറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ ഒരു പുവർ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ, ഒരു ബെഗറെ കാണുമ്പോൾ നമുക്ക് അവരോട് ദയ തോന്നുന്നതാണ് സിമ്പതി എന്ന് പറയാം. എന്നാൽ എംപതി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അവരുടെ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ അവരുടെ സിറ്റുവേഷനിൽ നിന്നിട്ട് നമ്മളെ തന്നെ വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എംപതി. അപ്പൊ നമുക്ക് കൂടുതൽ അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ അപ്പൊ എന്റെ അവസ്ഥ, എന്റെ ലൈഫ് എങ്ങനെയായിരുന്നു, എന്റെ ലൈഫ് എങ്ങനെയായിരിക്കും, അങ്ങനെ നമ്മളെ തന്നെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരെയായിട്ട് കൂടുതലധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതാണ് എംപതി എന്ന് പറഞ്ഞാൽ. സിമ്പതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദയ തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ സിറ്റുവേഷനായിട്ട് എംപത്തറ്റിക് ആവുകയാണ് നല്ലത്. കാരണം നമുക്ക് നമ്മളെ തന്നെ അതിലേക്ക് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ ഒന്നും കൂടി നന്നായി റിയലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒന്നും കൂടി മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറാനും നമുക്ക് അതിൽ പറ്റുണ്ടാവും. അപ്പൊ എല്ലാവരും എംപത്തറ്റിക് ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സിമ്പതി എല്ലാവർക്കും എത്രയും പെട്ടെന്ന് എല്ലാവർക്കും റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷെ എംപത്തറ്റിക് ആവാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് കമ്പോണന്റ് ആണ് എംപതി. The ability to understand another person's thoughts and feelings in a situation from their own point of view rather than your own. ഒരാൾ ഫീൽ ചെയ്യണ ഇമോഷൻസ് നമ്മളാണ് സിറ്റുവേഷനിൽ എങ്കിൽ
അങ്ങനെ ഒരു വ്യൂ വെച്ചിട്ട് നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിലാണ് അത് എംപതി എന്ന് പറയാം. ഇപ്പോൾ ഒരു ആള് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ആ ദേഷ്യം നമ്മൾ ആ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ മാത്രം ഫീൽ ആവും, നമ്മൾ അയാളോട് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് എത്രമാത്രം ഫീൽ ഉണ്ടാവും, നമ്മളത് അങ്ങനെ വ്യൂ ചെയ്യുകയാണെങ്കിലാണ് അതിന് എംപതി എന്ന് പറയാം. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് കമ്പോണന്റ് ആണ് സെൽഫ് മോട്ടിവേഷൻ. Self motivation is an inner force acting either on or within a person to initiate behavior or your action. നമുക്ക് എല്ലാത്തിലും ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണം. ആ സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പൊ ഇമോഷന്റെ കാര്യത്തിലായാലും അതെ, ഏതൊരു ഫങ്ഷൻസിന്റെ കാര്യത്തിലായാലും അതെ, നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ബിഹേവിയറിനെയും ഇമോഷൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു ലീഡിങ് റോള് സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള കമ്പോണന്റിന് ഉണ്ട്. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് സെൽഫ് റെഗുലേഷൻ. ദിസ് ഇൻവോൾവ് ബീങ് ഏബിൾ ടു കൺട്രോൾ യുവർ ഇമ്പൾസസ് ആൻഡ് മൂഡ്സ് ആൻഡ് ടു തിങ്ക് ബിഫോർ ആക്ടിങ്. നമ്മൾ ഒരു ഇമ്പൾസസിനെ, നമ്മുടെ മൂഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഒരു സിറ്റുവേഷനെ ആക്ട് ചെയ്യണത് എങ്ങനെ കൺട്രോൾ ചെയ്യണോ, ആ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിനെ പറയുന്നതാണ് സെൽഫ് റെഗുലേഷൻ. ഓക്കെ, നമ്മൾ ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എബിലിറ്റി, നമ്മുടെ ഇമ്പൾസ്, നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനെ റിയാക്ട് ചെയ്യണു, അതിനെ നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്യണു, ആ ഒരു എബിലിറ്റിനെ പറയുന്നതാണ് സെൽഫ് റെഗുലേഷൻ. ഇപ്പൊ ഒരു സിറ്റുവേഷൻ, ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ആ ആങ്കറിനെ കൺട്രോൾ ചെയ്ത് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യണു, ആ കൺട്രോളിങ് എബിലിറ്റിയാണ് നമുക്ക് സെൽഫ് റെഗുലേഷൻ എന്ന് പറയണത്. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് സോഷ്യൽ സ്കിൽസ്. Any facilitating interactions and communication with others where social rules and relations are created. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞത്. നമുക്ക് എത്രത്തോളം ഒരാൾക്കാരായിട്ട് സോഷ്യൽ ആവാൻ പറ്റും, ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നതാണ് സോഷ്യൽ സ്കിൽ. എത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാരായിട്ട്, എത്രമാത്രം നമ്മൾ പറയണത് ബാക്കിയുള്ളവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അപ്പൊ അത് എത്രമാത്രം നമുക്ക് അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും, ആ ഒരു എബിലിറ്റിയാണ് നമുക്ക് സോഷ്യൽ സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഇമോഷണൽ കോഷ്യന്റിന്റെ 5 കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ സെൽഫ് അവയർനെസ് പറഞ്ഞു, പിന്നെ എംപതി പറഞ്ഞു, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് റെഗുലേഷൻ, സോഷ്യൽ സ്കിൽസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിന് നമ്മൾ ഡീൽ ചെയ്യുന്നു, അത് എത്രമാത്രം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യണു, ഇമോഷൻസിന് എത്രമാത്രം മാനേജ് ചെയ്യാൻ പറ്റണു, അതിനെ പറയണതാണ് ഇമോഷണൽ കോഷ്യന്റ്. അപ്പൊ ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. 5 കമ്പോണൻസ് ആണ് ഇമോഷണൽ കോഷ്യന്റിനുള്ളത്. The term emotional quotient was popularized in 1995 by psychologist and behavioral science journalist Dr. ഡാനിയൽ ഗോൾമാൻ ഇൻ ഹിസ് ബുക്ക് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള ഡാനിയൽ ഗോൾമാനിന്റെ 1995 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിലാണ് ഈ ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള കൺസെപ്റ്റ് ഡാനിയൽ ഗോൾമാൻ കൊണ്ടുവരുന്നത്. He described emotional intelligence by a person's ability to manage their feelings so that those feelings are expressed appropriately and effectively. അപ്പോൾ ഡാനിയൽ ഗോൾമാന്റെ കൺസെപ്റ്റ് പ്രകാരം ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു പേഴ്സണെ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ അത്രത്തോളം അത് ഇഫക്റ്റീവ്ലിയും അപ്രോപ്രിയേറ്റീവിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ എത്രത്തോളം ഒരു ഇൻഡിവിജ്വലിന് അവരവരുടേതായിട്ടുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ആ ഒരു എബിലിറ്റിനെയാണ് ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ കോഷ്യന്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇമോഷണൽ കോഷ്യന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇമോഷണൽ കോഷ്യന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, 5 കമ്പോണന്റ് എന്താണെന്ന് അറിയണം. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. നെക്സ്റ്റ് നമുക്ക് സ്ട്രെസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോണത്. അപ്പോൾ സ്ട്രെസ് ഈസ് എ പ്രഷർ ഓർ സ്ട്രെയിൻ വിച്ച് അറൈസ് ഫ്രം ആൻ അഡ്വേഴ്സ് സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരാത്തൊരു സിറ്റുവേഷൻ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ടി വരുമ്പോൾ വരണൊരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും എല്ലാ ലൈഫിലും ഫേസ് ചെയ്ത് വരണ പല പല സ്ട്രെസ്സുകളുണ്ട്. പല പല സിറ്റുവേഷനായിട്ട് നമ്മൾ
ഡീൽ ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് സ്ട്രെസ്സുകളാണ് നമുക്ക് വരാറ്. Etymologically, word stress is derived from strictus, which means tight or narrow or to tighten. അപ്പൊ സ്ട്രെസ് എന്നുള്ള വേർഡ് എറ്റിമോളജിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ വേർഡിന്റെ ഒറിജിൻ എന്നുള്ള സ്റ്റഡീനെ പറയുന്നതാണ് എറ്റിമോളജി. അപ്പൊ എറ്റിമോളജിക്കലി സ്ട്രെസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സ്ട്രിക്ടസ് എന്നുള്ള വേർഡിൽ നിന്നാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് എന്നാണ്, ടൈറ്റ് ഓർ നാരോ. Stress causing factors create a state of psychological or physiological imbalance in the individual. അപ്പൊ ഈ സ്ട്രെസ് എന്നുള്ളൊരു ഇമോഷൻ നമ്മള് ഇൻഡിവിജ്വലില് സൈക്കോളജിക്കലി ആയാലും അതെ ഫിസിയോളജിക്കലി ആയാലും അതെ ഒരു ഇംബാലൻസ് വരുത്തും. ഈ സ്ട്രെസ് കാരണം ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും നേരിടേണ്ടി വരും. അതാണ് സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഈ സ്ട്രെസ് എന്നുള്ള ഒരു ഇമോഷൻ നമുക്ക് ഒരുപാട് ഇംബാലൻസ് ഒരു ഇൻഡിവിജ്വലില് വരുത്തും. It is an imbalance between mental and emotional level of an individual which may affect his or her personal, professional, family and social life. അപ്പൊ ഈ ഇംബാലൻസ് ഇങ്ങനെ ഒരു മെന്റലും ഫിസിക്കലും ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു ഇംബാലൻസ് വരുമ്പോൾ നമ്മുടെ ലൈഫിലത്തെ എല്ലാ സ്ഫിയേഴ്സിനെ അത് എഫക്ട് ചെയ്യും. നമ്മുടെ ഫാമിലിയിൽ എഫക്ട് ചെയ്യും, അതുപോലെ പ്രൊഫഷണൽ ലൈഫിൽ എഫക്ട് ചെയ്യും, സോഷ്യൽ ലൈഫിൽ എഫക്ട് ചെയ്യും. നമുക്ക് നമ്മളായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് ഇപ്പൊ ആങ്കർ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ വർക്കിലാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്ട്രെസ് എന്നുള്ള ഒരു ഇമോഷൻ കാരണം ഒരു ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് നമ്മളാവാതെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സ്ഫിയേഴ്സ് ഓഫ് ലൈഫിനെ അത് എഫക്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ പേഴ്സണലി ആയിട്ട് എഫക്ട് ചെയ്യാം, ഫാമിലി ലൈഫിനെ എഫക്ട് ചെയ്യാം, സോഷ്യൽ ലൈഫിനെ എഫക്ട് ചെയ്യാം, അതുപോലെ നമ്മുടെ വർക്കിനും എഫക്ട് ചെയ്യാം. സ്ട്രെസ് ആർ ദി നോൺ സ്പെസിഫിക് റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു എനി ഡിമാൻഡ്. നമ്മുടെ ബോഡിയുടെ ഒരു നോൺ സ്പെസിഫിക് ആയിട്ട് ഏതൊരു ഡിമാൻഡിനുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് സ്ട്രെസ്സിനെ കാണുന്നത്. അപ്പോൾ അതൊരു ഇംബാലൻസ് ആണ്. നമ്മുടെ ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും ആയിട്ടുള്ള ഫങ്ഷൻസും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ആണ്. ആ ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല സ്ഫിയേഴ്സ് ഓഫ് ലൈഫിനെ അത് എഫക്ട് ചെയ്യാം. അപ്പോൾ സ്ട്രെസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള സ്ട്രിക്ടസ് എന്നുള്ള വേർഡ് എന്നാണ്. ആ സ്ട്രിക്ടസ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ഓർ നാരോ എന്നാണ്. ഓക്കെ, ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുക? കോസസ് ഓഫ് സ്ട്രെസ്: ക്രോണിക് ഇൽനെസ് ഓർ ഇഞ്ചറി. ഒരു കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖം ഉണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടാവാം. ഇപ്പോൾ NCD പോലത്തെ അസുഖങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം പലവരിലും സ്ട്രെസ് ഉണ്ടാവാം. ഇപ്പോൾ കുറെ കാലം ഡയഗ്നോസ് ചെയ്യാതെ ആയിരിക്കില്ല NCD പോലത്തെ അസുഖങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അത്ര കാലം ആള് മരുന്നൊന്നും കഴിക്കാതെ വെൽ ആയിട്ട് ആളുടേതായിട്ടുള്ള രീതിയിൽ പോണൊരു ലൈഫായിരിക്കും ഉണ്ടാവുക. NCD ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഫുഡ് ആയാലും അതെ, നമ്മുടെ ഇപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ ഒരുപാട് കൺട്രോൾ ലൈഫിൽ വരുത്തേണ്ടി വരും. അപ്പോൾ അത് കാരണം തന്നെ സ്ട്രെസ് ഉണ്ടാവാം. മരുന്ന് കഴിക്കേണ്ട ഒരു ലൈഫിലേക്ക് അവർ പോവുകയാണ്. അപ്പൊ അതും ഒരു സ്ട്രെസ് ഉണ്ടാക്കാം. അപ്പോൾ ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചറി കാരണം ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാവാം. നെക്സ്റ്റ്, ഇമോഷണൽ പ്രോബ്ലം സച്ച് ആസ് ഡിപ്രഷൻ, ആൻസൈറ്റി, ആങ്കർ, ഗ്രീഫ്, ഗിൽറ്റി, ലോ സെൽഫ് എസ്റ്റീം ഒക്കെ സ്ട്രെസ് ഉണ്ടാക്കാം. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കാരണം സ്ട്രെസ് ഉണ്ടാവാം. ടേക്കിംഗ് കെയർ ഓഫ് എൻ എൽഡർലി ഓർ റിസ്കി ഫാമിലി. നമ്മുടെ വീട്ടിൽ ഒരു എൽഡർ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് അവരിലേക്ക് തന്നെ നമ്മുടെ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അതും നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. അവരുടെ എല്ലാം പെയിൻഫുൾ ആയിട്ടുള്ള ഈവൻസ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അപ്പൊ അതും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. ട്രോമാറ്റിക് ഈവൻസ് ലൈക്ക് ഡിസാസ്റ്റർ, തെഫ്റ്റ്, റേപ്പ്, അതും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഈവൻസ് ആണ്. ഒരു ഡിസാസ്റ്റർ വരികയാണ്, ഒരു എർത്ത് ക്വേക്ക് വരികയാണ്. എർത്ത് ക്വേക്കിൽ നമുക്ക് അറിയണ കുറെ ആൾക്കാര് അവരുടെ ലൈഫ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്ക് അത് നമ്മളെ അത് എഫക്ട് ചെയ്യും. അതുപോലെ നമ്മുടെ വീട്, നമുക്കറിയണ ഏരിയാസ് ഒക്കെ നശിച്ചു പോവുകയൊക്കെ ആണെങ്കിലും അത് നമ്മളെ നന്നായിട്ട് എഫക്ട് ചെയ്യും. അതൊക്കെയാണ് ഈ സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കോസസിൽ വരുന്നത്. വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സസ് ഉണ്ടാവാം. ഇപ്പൊ നമുക്ക് വർക്ക് പ്രഷേഴ്സ്, എല്ലാ ഫീൽഡിലായാലും അത് വർക്ക് പ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വർക്ക് പ്രഷേഴ്സ് കാരണം സ്ട്രെസ് ഉണ്ടാവാം. അതുപോലെ അൺഹെൽത്തി റിലേഷൻഷിപ്സും സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് കോസസ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഫിസിക്കൽ സൈൻ ഓഫ് സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ ആൾ സ്ട്രെസ്ഫുൾ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് വഴി
ആ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ആള് സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റണില്ല, ആള് സ്ട്രെസ്ഫുൾ ആണ് എന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്കൽ സയൻസ് ആയിരിക്കും ഓരോ ഇൻഡിവിജ്വല് സ്ട്രെസ് ഫേസ് ചെയ്യുമ്പോൾ കാണിക്കുക? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അവർക്ക് കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാണിക്കുന്നുണ്ടാവും അവര്, അതാണ് ആദ്യത്തെ ഫിസിക്കൽ സൈന്. പിന്നെ സ്ലീപ്പ് പ്രോബ്ലംസ്, ഒരു നല്ല സൗണ്ട് സ്ലീപ്പ് ആൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല, ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പുകളായിരിക്കും. പാനിക് അറ്റാക്ക്, ബ്ലർഡ് ഐസൈറ്റ്, പ്രോപ്പറായിട്ട് വിഷൻ ഉണ്ടാവില്ല, ഫറ്റീക്ക്, ക്ഷീണം, പിന്നെ ഹൈ ബി പി ഹൈ ആയിരിക്കും, ഹാർട്ട് ബേൺ, നെഞ്ചെരിച്ചില്, ചെസ്റ്റ് പെയിനുകളൊക്കെ കാണിക്കും. പിന്നെ ഇൻഡൈജഷൻ, പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല, ബോവൽ മൂവ്മെന്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് ഡൈജസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മസിലേക്ക്, പെയിനുകൾ, ബോഡിയിൽ പല പാർട്സിലായിട്ട് പെയിനുകൾ കാണിക്കും. അതുപോലെ ഈ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, റാപ്പിഡ് പൾസ്, പാനിക് അറ്റാക്ക്, ബ്ലർഡ് വിഷൻ, ഹൈ ബി പി, ഹാർട്ട് ബേൺ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഫിസിക്കൽ സയൻസിൽ സ്ട്രെസ്സിൽ കാണാറുള്ളത്. നെക്സ്റ്റ് ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സയൻസ് ആണ്. ഇമോഷണലി നമുക്ക് എന്തൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരാളെ ഇമോഷണലി അവർക്ക് എന്തൊക്കെ മാറ്റം വരും? ആൻസൈറ്റി, ഡിപ്രഷൻ, റെസ്റ്റ്ലെസ്നെസ്, ട്രബിൾ സ്ലീപ്പിംഗ്, അൺമോട്ടിവേറ്റഡ്, മെമ്മറി ഓർ കോൺസെൻട്രേഷൻ പ്രോബ്ലംസ്, ഇത്രയൊക്കെ ഈവൻസ് നമുക്ക് ഇമോഷണൽ ആയിട്ട് സൈനായിട്ട് നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലില് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. മെയിൻലി 2 ടൈപ്പ് സ്ട്രെസ് ആണുള്ളത്, യു സ്ട്രെസ്സും ഡിസ്ട്രെസ്സും. യു സ്ട്രെസ് എന്നുള്ള ആ വേർഡിൽ തന്നെ നമുക്കറിയാം, യൂസ് അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ് ആണ്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് ഡിസ്ട്രെസ്. നമ്മൾ ഡിസ് എന്നുള്ള വാക്ക് കൂടുതൽ യൂസ് ചെയ്യുക നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, ഡിസപ്പോയിൻമെന്റ്, അങ്ങനെ ആലോചിക്കുക. യു സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെസ്സിനെ പറയുന്നതാണ് യു സ്ട്രെസ്. അപ്പൊ ആദ്യത്തെ സ്ട്രെസ് ആണ് യു സ്ട്രെസ്, എ പോസിറ്റീവ് ഫോം ഓഫ് സ്ട്രെസ് ഹാവിങ് എ ബ്യൂട്ടിഫുൾ എഫക്ട് ഓൺ ഹെൽത്ത്, മോട്ടിവേഷൻ, പെർഫോമൻസ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. നമ്മുടെ ബോഡിക്ക് അധികം ഡാമേജ് ഒന്നും ഇല്ലാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കണ, ഇമോഷണൽ വെൽബീയിങ്ങിനും കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് യു സ്ട്രെസ്. ഡ്യൂറിങ് ദി യു സ്ട്രെസ് സച്ച് ആസ് പ്രൊമോഷൻ, ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്, അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഒരു യു സ്ട്രെസ് ആണ്. ആ സമയത്ത് നമ്മുടെ ബോഡിയിലെ ഗുഡ് കെമിക്കൽസ് ആയിട്ടുള്ള എൻഡോഫിൻസ് റിലീസ് ചെയ്യും, അത് കാരണമാണ് നമുക്ക് ഈ യു സ്ട്രെസ് എന്നുള്ള ഒരു സ്ട്രെസ് അവിടെ ഫീൽ ചെയ്യണത്. അതുപോലെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പ്രൈസ് കിട്ടി, നമ്മൾ ഒരു ഓപ്പൺ അസംബ്ലിയിൽ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, അപ്പൊ നമ്മൾക്ക് ആ സ്റ്റേജിലേക്ക് അവിടേക്ക് കയറുന്ന ടൈമിൽ നമുക്ക് ഒരുമാതിരി ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും, അത് ഒരു യു സ്ട്രെസ് ആണ്. അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ളതല്ല, പക്ഷെ നമ്മൾ ആ ഒരു ഈവന്റ് ഫേസ് ചെയ്യണ സമയത്തുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയാം നമുക്കതിനെ. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം യു സ്ട്രെസ്സിന്റെ. ഇപ്പൊ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആവാത്ത രീതിയിൽ, നമ്മുടെ ഇമോഷൻസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് ആണ് യു സ്ട്രെസ്. The term eustress was coined by Hansley, consisting of the Greek word eu meaning good and stress. അപ്പോൾ യൂസ്ട്രെസ് എന്നുള്ള വേർഡ് ടേം കോയിൻ ചെയ്തത് ഹാൻസ്ലി ആണ്. ആ യൂസ്ട്രെസിന്റെ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് എന്നാണ് മീനിങ്, പിന്നെ സ്ട്രെസ് ലിറ്ററലി മീൻ ബെനിഫിഷ്യൽ സ്ട്രെസ് ഐദർ സൈക്കോളജിക്കലി ഓർ ഫിസിയോളജിക്കലി. അപ്പൊ യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംബാലൻസ് ഉണ്ടാക്കണില്ല, അങ്ങനെ പറഞ്ഞാൽ ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ്സിനെ പറയണതാണ് യു സ്ട്രെസ്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് സ്ട്രെസ് ആണ് ഡിസ്ട്രെസ്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്, നമ്മുടെ ബോഡിക്ക് ഒരിക്കലും ബെനിഫിഷ്യൽ ആവാത്ത രീതിയിലുള്ള സ്ട്രെസ് ആണ് ഡിസ്ട്രെസ്. Psychological distress refers to feelings and emotions associated with high level of stress. The loss of a job, a serious injury, filing for divorce, അതൊക്കെ നമുക്ക് ഡിസ്ട്രെസ് ആണ്. ഒരു ജോബ് ലോസ് ആവുക, അല്ലെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി വരിക, അതൊക്കെ നമ്മുടെ ബോഡീനെ ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും ഒരുപാട് എഫക്ട് ചെയ്യണ ഒരു സ്ട്രെസ് ആണ്, ഇംബാലൻസ് ഉണ്ടാക്കുന്ന സ്ട്രെസ് ആണ്. അത് കാരണം നമ്മൾ ആ ടൈപ്പ് സ്ട്രെസ്സിന് പറയുന്നതാണ് ഡിസ്ട്രെസ്.
ഡിസ്ട്രസ് പ്രൊഡ്യൂസ് ലോങ് ലാസ്റ്റിംഗ് നെഗറ്റീവ് സ്ട്രെസ് ഇൻ ആൻ ഓർഗാനിസം ഓർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് സ്ട്രെസ്, യു സ്ട്രെസ്സും ഡിസ്ട്രെസ്സും. നെക്സ്റ്റ് നമ്മൾ സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നോക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെസ് റിലാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇപ്പൊ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ മ്യൂസിക് കേൾക്കാം, അതുപോലെ ഡാൻസ് ചെയ്യാം, യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്ത്, പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓയിൽ മസാജ്, എക്സസൈസ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. യോഗയും മെഡിറ്റേഷനും ഒരുപാട് നമ്മുടെ സ്ട്രെസ്സിനെയും മൈൻഡിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ എക്സസൈസസ് ആണ്. അപ്പൊ അതുപോലത്തെ എക്സസൈസിൽ ഇത്തിരി കൂടി ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. അപ്പൊ ഈ ഓരോ വേസ് വഴി നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്സ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അഡോളസെന്റ്. അഡോളസെന്റ് നമുക്ക് 5 മാർക്കായിട്ട് അഡോളസെന്റ് എന്ന് തന്നെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അഡോളസെൻസിനെ കുറിച്ചിട്ട് നമുക്ക് അഡോളസെൻസിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കീ പോയിന്റ്സ് ആലോചിച്ച് വെക്കുക, കുറച്ച് കീ വേർഡ്സ് റൈറ്റിംഗ്സിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ടീനേജ് പീരീഡ്, ടീനേജിന്റെ സ്റ്റാർട്ടിങ് പീരീഡിനെ പറയുന്നതാണ് നമ്മൾ അഡോളസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അറൗണ്ട് 10 to 90 പറയും. ചില വേർഷൻസിൽ നമ്മൾ 30 to 19 കാണാറുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിനെ പറയുന്നതാണ് അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ സ്പ്രിംഗ് ഓഫ് ലൈഫ് എന്നാണ് അഡോളസെൻസ് എന്നുള്ള ആ ഒരു പീരീഡിനെ നമ്മൾ പറയണത്, സ്പ്രിംഗ് ഓഫ് ലൈഫ്. അപ്പൊ ഈ കാണിക്കുന്ന സ്ലൈഡിലുള്ള കുറച്ച് കീ പോയിന്റ്സ് നിങ്ങൾ അഡോളസെൻസിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏജ് ഗ്രൂപ്പ്, അതുപോലെ സ്പ്രിംഗ് ഓഫ് ലൈഫ് എന്നാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. ഗോൾഡൻ പീരീഡ് ഓഫ് വൺസ് ലൈഫ്, ഏറ്റവും ഗോൾഡൻ പീരീഡ് ഒരാളുടെ ലൈഫിലത്തെ അഡോളസെന്റ് ആയിട്ടാണ് കാണുന്നത്. റോസി ഡ്രീംസ്, ഒരുപാട് ഡ്രീംസിലേക്ക് പോകുന്ന ഒരു പീരീഡാണ് അഡോളസെൻസ്. ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഇൻസാനിറ്റി, പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഈ അഡോളസെന്റ് ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അവരുടെ ബോഡിയിൽ വരണ മാറ്റം, അതുപോലെ ഇമോഷണൽ ആയിട്ട് അവർക്ക് വരണ ചേഞ്ചസ്, മെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ് അവർ അഡോളസെന്റ് പീരീഡിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. പിന്നെ സ്റ്റോംഡ് സ്ട്രൈഫ് എന്നും കൂടിയും ഒരുപാട് മാറ്റങ്ങൾ വരണ കാരണമാണ് സ്റ്റോംഡ് സ്ട്രൈഫ് എന്ന് പറയുന്നത്. അഡോളസെന്റ് പീരീഡ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. ഇമോഷൻസ് ആയാലും അതെ ഇങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്തൊരു പീരീഡാണ്. എപ്പോഴും ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് കാരണമാണ് സ്റ്റോംഡ് സ്ട്രൈഫ് എന്ന് അഡോളസെന്റ് പീരീഡിനെ പറയണത്. അപ്പൊ നമുക്കിനി അഡോളസെന്റിനെ കുറിച്ചിട്ട് നോക്കാം. The word adolescent is derived from adolescere, which means to go to maturity. Adolescent എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അഡോളസീർ എന്നുള്ള വേർഡ് നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഗോ ടു മെച്യൂരിറ്റി. നമ്മൾ അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയിലേക്ക് ഉള്ള ഒരു ഡോർ എന്ന് പറയാം. നമ്മൾ മെച്യൂരിറ്റി പീരീഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് അഡോളസെന്റ് ആയിട്ടുണ്ടെങ്കിൽ. ഇൻ ഓർഡിനറി സേ അഡോളസെന്റ് ഈസ് എൻ ഏജ് സ്പാൻ ഫ്രം വാട്ട് വി കോൾഡ് ടീനേജിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ഏജ് സ്പാൻ ആണ് നമുക്ക് അഡോളസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. In psychology, adolescence is a period from the onset of puberty to the age of maturity. Puberty മുതലേ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ആ പീരീഡ് വരെ ഉള്ള ഒരു ലൈഫ് സ്പാനിനെ പറയുന്നതാണ് അഡോളസെന്റ്. സൈക്കോളജി പ്രകാരം ടീനേജ് മുതലേ പറഞ്ഞ പ്യൂബർട്ടി മുതലേ ഒരാൾ മെച്യൂർഡ് ആവുക ഒരു 20 years എന്ന് പറയാം. ആ മെച്യൂരിറ്റി വരെ എത്തുന്ന ആ ഒരു പീരീഡിനെ പറയുന്നതാണ് അഡോളസെന്റ്. It is a period of rapid physical and biological changes which may lead to confusions, tensions, frustrations and feelings of insecurity. ഒരുപാട് ബയോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും റാപ്പിഡ് ആയിട്ട് വരുന്ന ചേഞ്ചസ് നടക്കുന്ന ഒരു ടൈം പീരീഡാണ്. അത് കാരണം ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷൻസും ഫ്രസ്ട്രേഷൻസും അഡോളസെന്റ് ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. സ്റ്റാൻലി കോൾഡ് ഇറ്റ് ആസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഡിസ്റ്റർബൻസ് ഡ്യൂ ടു നേച്ചർ ഓഫ് ഡെവലപ്മെന്റ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദി പീരീഡ്. ഡ്യൂറിംഗ് ദി സ്റ്റേജ് ഇമോഷൻസ് ഫ്ലക്ച്വേറ്റ്സ് വെരി ഫ്രീക്വന്റ്ലി ആൻഡ് ക്വിക്കലി. ഒരുപാട് ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഇമോഷൻസിന് ഉണ്ടാവും, ഒരേപോലെ ആവില്ല.
മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ സങ്കടം, സിറ്റുവേഷൻസ് ഇങ്ങനെ മാറും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പൊ അത് കാരണമാണ് അഡോളസെന്റിനെ അത്രയ്ക്കും സ്റ്റോം ആൻഡ് സ്ട്രൈഫ് പീരീഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യണത്. Adolescence is known as period of transition because this period an individual is neither a child nor an adult. ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയാം അല്ലെ. നമ്മൾ ഒരു ചൈൽഡിൽ നിന്ന് ഒരു അഡൾട്ടിലേക്ക് ആവണതിന്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിട്ടാണ് അഡോളസെന്റിനെ പറയുന്നത്. അപ്പോൾ ആ ഇൻഡിവിജ്വലിനെ നമുക്ക് ചൈൽഡ് എന്നും പറയാൻ പറ്റില്ല, അഡൾട്ട് എന്നും പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ ആ ടീനേജറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. This is the time when the individual is striving away from the family in order to become a self-sufficient and autonomous person. family rules ഒക്കെ ഒബീഡിയന്റ് ആയിട്ട് മൂവ് ചെയ്യണുണ്ടായിരുന്ന ചൈൽഡിൽ നിന്ന് വയലേറ്റ് ചെയ്യണ ഒരു ചൈൽഡിലേക്ക് മാറുന്ന ഒരു പീരീഡും കൂടിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് മാത്രം പറയണു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റേസ് ചെയ്യണ ഒരു പീരീഡാണ് അഡോളസെന്റ്. Some may take drugs and get addicted to alcohol if his needs are not fulfilled. വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ഇങ്ങനത്തെയും സിറ്റുവേഷൻസ് കാണാറുണ്ട്. ഇപ്പോഴത്തെ ഇതിലൊക്കെ ആണെങ്കിൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ നീഡ്സ് ഫുൾഫില്മെന്റ് കറക്റ്റ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വയലന്റ് ബിഹേവിയേഴ്സ് കണ്ടുവരാറുണ്ട്. ഹോളിംഗ്വർത്ത് കോൾ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. ഹോളിംഗ്വർത്ത് അഡോളസെന്റ് എന്നുള്ള പീരീഡിനെ ടെമ്പററി ഇൻസാനിറ്റി എന്നാണ് പറയുന്നത്. In short, adolescence is that span of years from 10 to 19 during which boys and girls move from childhood to maturity. അപ്പോൾ 10 to 19 ഇയേഴ്സിനെ നമുക്ക് അഡോളസെന്റ് എന്ന് കോമൺ ആയിട്ട് പറയാം. ബോയ്സും ഗേൾസും മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ആ 10 to 19 ഇയേഴ്സ് ഉള്ള ഏജിനെ പറയുന്നതാണ് അഡോളസെന്റ്. Therefore, it is a transitional period. അപ്പോൾ ഇതാണ് നമുക്ക് അഡോളസെന്റിനെ കുറിച്ചിട്ട് അറിയേണ്ടത്. നെക്സ്റ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസെന്റ്. എന്തൊക്കെ ഗ്രോത്തും ഡെവലപ്മെന്റ് ആണ് അഡോളസെന്റ് പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ആദ്യത്തേത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ബോഡി ടേക്ക് ഇറ്റ്സ് ഫൈനൽ സ്റ്റേജ്. ബോഡി ഡെവലപ്മെന്റ്, ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് അഡോളസെന്റ് പീരീഡിൽ കാണാം. അതുപോലെ ഗ്ലാൻസ് ബിക്കം എക്സ്ട്രീംലി ആക്റ്റീവ്. എല്ലാ ഗ്ലാൻസുകളും എക്സ്ട്രീംലി ആക്റ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബയോളജിക്കൽ മെച്യൂറേഷൻ വരും. അപ്പിയറൻസ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബോയ്സിനും ഗേൾസിനും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എവിഡന്റ് ആയിട്ട് കണ്ടു തുടങ്ങും. അതാണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഹൈ ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റ്. നമ്മുടെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി അഡോളസെന്റ് പീരീഡിൽ നല്ല മാറ്റം വരും. ഇന്റലക്ച്വൽ എബിലിറ്റി കൂടും. അബ്സ്ട്രാക്ട് തിങ്കിങ് ഒന്നുകൂടി നമ്മൾ വൈഡായിട്ട് ചിന്തിച്ചു തുടങ്ങും. സിസ്റ്റമിക് അപ്രോച്ച് ടു സോൾവ് പ്രോബ്ലം, ഒരു സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിച്ചു തുടങ്ങും. പവർ ഓഫ് ഇമാജിനേഷൻ ഇൻക്രീസ്. അതാണ് റോസി ഡ്രീംസ് എന്ന് പറയുന്നത്. കുറെയൊക്കെ ഇമാജിനേഷനും ഇമാജിനറി വേൾഡിലേക്കൊക്കെ പോകാനുള്ള ഒരു ടൈമും കൂടിയാണ് അഡോളസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ വരും. ഇന്റൻസീവ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഇൻഡിവിജ്വൽസിനായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കും. അതുപോലെ ഒരു ഗോഡ് വർഷിപ്പ് എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്കൊക്കെ നീങ്ങും. ഇൻട്രസ്റ്റ് ഇൻ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ആൻഡ് ഗുഡ് ഗ്രൂമിങ്, കുറച്ചും കൂടി ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഒക്കെ, കൂടുതൽ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, ബ്യൂട്ടി കോൺഷ്യസ് ആവുക, സെൽഫ് കെയറുകൾ നോക്കുക, അങ്ങനത്തെ ഒക്കെ നമുക്ക് കാണാറുണ്ട്. ടു മച്ച് സെൽഫ് കോൺഷ്യസ്നെസ്, നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് കോൺഷ്യസ് ആവുക, അത് തന്നെയാണ് നമ്മുടെ ബ്യൂട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ കോൺഷ്യസ് ആവുക. നമ്മുടെ ലുക്ക് വൈസ്, നമ്മുടെ ഗ്രൂമിങ് എല്ലാം കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് അഡോളസെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ്, ഇൻക്രീസ്ഡ് ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ്. സോഷ്യലി അവര് കൂടുതൽ നന്നായി ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലും. അവരുടെ ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ് അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. ഫ്രണ്ട്സ് പറയണ പോലെ അവർ ബിഹേവ് ചെയ്യാൻ വേണ്ടി നോക്കും. കോപ്പറേഷൻ ഫോർ ദി അതർ ഗ്രൂപ്പ്, ഫീലിംഗ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ സെക്ഷൽ ഡെവലപ്മെന്റ്, സ്റ്റേജ് ഓഫ് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി ഉള്ളവരാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്ന ഒരു പീരീഡാണ്. ഹെട്രോസെക്ഷുവാലിറ്റിയും അതുപോലെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പീരീഡും കൂടിയാണ് അഡോളസെന്റ്. അപ്പൊ ഇത്രയൊക്കെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് അഡോളസെന്റിൽ കാണാറുള്ളത്. അപ്പൊ അഡോളസെന്റ് മാത്രമായിട്ട് നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അഡോളസെന്റ് എന്താന്ന് എഴുതുക.
അതിൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം ഇമോഷണൽ കോഷ്യന്റ് ഈസ് പോപ്പുലറൈസ്ഡ് ബൈ. ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്തത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഓക്കെ, ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെസ് വാസ് സ്റ്റഡീഡ് ബൈ. സ്ട്രെസ് എന്നുള്ള ടേം, യൂസ്ട്രെസ് എന്നുള്ള ടേം ആദ്യം കോയിൻ ചെയ്തത് ആരാണ്, പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? യെസ്, ഹാൻസ്ലി ആണ് സ്ട്രെസ് എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, പോസിറ്റീവ് ഫോം ഓഫ് സ്ട്രെസ് ഈസ് നോൺ ആസ്. പോസിറ്റീവ്, നമ്മുടെ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ്സിനെ പറയണത് എന്താണ്? ഡിസ്ട്രെസ് ആണോ? അല്ല, യൂസ്ട്രെസ് എന്നാണ്. നമ്മുടെ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ്സിനെ പറയണത് യൂസ്ട്രെസ് ആണ്. യൂസ്ട്രെസ്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെസ് ആണ് യൂസ്ട്രെസ്. നെക്സ്റ്റ് 5 മാർക്ക്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് 5 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇമോഷണൽ കോഷ്യന്റ്, അതുപോലെ സ്ട്രെസ്, ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് നമുക്ക് 5 മാർക്കിന് നമ്മൾ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് എസ്സേ ആയിട്ട് അഡോളസെന്റ് ചോദിക്കാറുണ്ട്. അഡോളസെന്റ് ചോദിക്കുമ്പോൾ ഇത്തിരി കൂടി നമ്മൾ സ്റ്റേജസ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ സ്ട്രെസ്സിന്റെ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ട്രെസ്? ബി, വാട്ട് ആർ ഇറ്റ്സ് കോസസ്? സി, വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ്? ഇങ്ങനെയും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. നമ്മളിപ്പോൾ ഇന്ന് ഇമോഷണൽ കോഷ്യന്റ്, അതുപോലെ അഡോളസെന്റ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.